ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ആർക്ക് മോക്ഷം കിട്ടും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണല്ലേ. അപ്പൊ നമ്മൾ ഇന്നത് ജാതകം നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. അതിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണസഹിതം നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണ മോക്ഷം ആർക്ക്. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷഗ്രഹങ്ങൾ ഗുരു, കേതു, ഇവര് രണ്ടുപേരുമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആരാധനാദി കാര്യങ്ങൾ ഒക്കെ ചെയ്ത് മോക്ഷം കിട്ടുക. കേതു എന്നത് സിദ്ധവിദ്യകള്, ധ്യാനം, ജപം, ഏകദൈവത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ടല്ലോ, ട്രാൻസെൻഡർ മെഡിറ്റേഷൻസ്, അങ്ങനെ പല മെഡിറ്റേഷൻസുകൾ ഉണ്ടല്ലോ, രാജയോഗം, ഹാർട്ട്ഫുൾ മെഡിറ്റേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും രീതിയിലൊക്കെ ദൈവികമായ തലത്തിൽ എത്തിയിട്ട് മോക്ഷം കിട്ടുക കാണിക്കുന്നതാണ് കേതു. സിദ്ധമാർഗം എന്ന് പറയും. ഇത് ആരാധനാ മാർഗം, ഇത് സിദ്ധമാർഗം. ഇത് എവിടെയാണെങ്കിലും സിദ്ധമാർഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്, യോഗാദികൾ. അപ്പൊ ഇതാണ് ഗ്രഹങ്ങള്. ഭാവമോ 12ാം ഭാവം. 12ാം ഭാവം മോക്ഷം എന്ന് പറയും. ഇതിനെപ്പറ്റി ഞാനൊരു ഫുൾ ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 12 രാശികളും ജന്മനക്ഷത്രം മുതൽ 27 നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നതും 120 വർഷത്തിന്റെ ആയുസ്സും, 8ാം ഭാവം മരണം, ഇവിടം വരെ ഒരാളുടെ ലൈഫ് തീരുമെന്നും, ഇതാ ആദ്യ കണ്ടമെന്നും, ഇത് ലൈഫിന്റെ പകുതി വരെയുള്ള, അതിനുശേഷം ഇതൊന്നും, ഇത് ആത്മാവിന്റെ ലോകങ്ങളിലൂടെയുള്ള ഗതിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അശ്വതി മുതൽ ആയില്യം വരെ 9 നക്ഷത്രങ്ങൾ താണ്ടുമ്പോൾ ഗർഭത്തിൽ ഉള്ള ശിശുവിന്റെ അവസ്ഥ പറഞ്ഞു. നമ്മൾ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക എന്ന് പറയുന്ന നവാംഗ 9 നക്ഷത്രം ആയിട്ടുള്ള കേതുവിന്റെ നക്ഷത്രം ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ. ഇതിന്റെ ദശകൾ അവസാനിക്കുന്ന സമയത്ത് 6, 10, 7, 18, 16, 19, 17, ടോട്ടല് 120 വർഷം. ആ 120 വർഷത്തിന്റെ അംശഗതിയിൽ ഗർഭത്തിലുള്ളതും ഈ സിംഹം മുതൽ വൃശ്ചികം വരെയുള്ള 9 നക്ഷത്രങ്ങൾ താണ്ടുമ്പോൾ ഭൂമിയിലുള്ള ജന്മം, ഇത് ഗർഭവും, ഇത് മരണത്തിന് ശേഷം ആകാശഗതി എന്നും പറഞ്ഞപ്പോൾ ഇത് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഉള്ള 4 സ്റ്റേജുകളിൽ ഇവിടെ മോക്ഷരാശികൾ ഇവിടെ ഉൽപ്പന്നമാകുന്നതും ഒക്കെ നമ്മൾ കണ്ട്. നിങ്ങൾ കാണാത്തവരാ ലൈവ് വീഡിയോയില് പിറപ്പ് രഹസ്യത്തിന്റെ 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ട് കാണുക. ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം മുതലുള്ള ലൈവ് വീഡിയോകൾ കണ്ടാൽ മനസ്സിലാക്കും. അപ്പൊ 12th ഹൗസ് മോക്ഷമാണ്. ഇത് ഗർഭത്തിൽ നിന്നുള്ള മോക്ഷം, ഇത് ഭൂമിയിൽ നിന്നുള്ള മോക്ഷം, ഇത് അന്യലോകത്തിൽ നിന്ന് വീണ്ടും അടുത്ത ലോകത്തേക്ക്, ഗർഭത്തിലേക്ക്. അത് ഭൂമിയിലുള്ള ഗർഭമാവാം അല്ലെങ്കിൽ വേറെ എവിടെയുമുള്ള ഗർഭമാവാം.
അപ്പോ 4 മോക്ഷരാശികള്: കടകം, വൃശ്ചികം, മീനം. ഈ രാശികളുടെ പ്രത്യേകതയുണ്ട്. ഇവിടെ ഗുരു ഉച്ചനാവുകയാണ്. ഗുരു ഉച്ചനായി എന്ന് പറഞ്ഞ ഒരു ശിശുവായിട്ട് പൂർണ്ണ വളർച്ച എത്തി ഭൂമിയിലേക്ക് പിറന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ രാശി ഗുരുവിന്റെ ചൊവ്വയില് ഉള്ള രാശിയാണ്. അതായത് ചൊവ്വയുടെ രാശിയാണ്. ഞാൻ ഗുരുവിനെ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഇത് വളർന്ന് ഒരു കുട്ടി വളർന്ന് ചൊവ്വയുടെ രാശിയിൽ വരെ എത്തി. ഇത് ഗുരുവിന്റെ സ്വന്തം രാശിയാണ്. അപ്പൊ മോക്ഷ സമയത്ത് ഇത് ചൊവ്വയുടെ രാശി കഴിഞ്ഞിട്ട് ഗുരുവിന്റെ രാശിയിലേക്ക് പ്രവേശിക്കും. ഇവിടെ ജനനം പൂർണ്ണമാകും. കുളന്റെ കുട്ടിയായി പുറത്തു വന്നതിന് ശേഷം ഇവിടെ സൂര്യൻ മുതല് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, ഈ 4 അവസ്ഥകളാണുള്ളത്. പിന്നെ ഗുരു വാനത്തിലൂടെയുള്ള ആകാശമാർഗത്തിൽ സഞ്ചരിച്ച് ഗുരു എത്തും. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ലൈവ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ മനസ്സിലായെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണ്ട, ഞാൻ പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് കിടക്കാം. മോക്ഷരാശികളായിട്ടുള്ള കടകം ഗുരുവിന്റെ ഉച്ചരാശിയാണ്, ചന്ദ്രന്റെ ക്ഷേത്രമാണ്. അടുത്ത മോക്ഷരാശിയായിട്ടുള്ള, അപ്പൊ ഇത് ചന്ദ്രന്റെ ക്ഷേത്രമാണ്. അടുത്ത മോക്ഷരാശിയായിട്ടുള്ള വൃശ്ചികം ചൊവ്വയുടെ രാശിയാണ്. ഗുരു എടുക്കുകയാണെങ്കിൽ ഗുരു എടുക്കണെന്തിനാന്ന് പറഞ്ഞാൽ മോക്ഷഗ്രഹം ഗുരുവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ ദൈവാരാധനയായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. ഗുരു ഉച്ചാവുന്ന സ്ഥലമാണത്. ഇവിടെ ഗുരുവിനെ ബന്ധുവായിട്ട് മാറുന്നു, ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അടുത്തത് ഗുരു സ്വക്ഷേത്രമാണ്. അപ്പൊ ഗുരുവായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. കേതു, ഈ ഗ്രഹവും ഈ രാശികളിൽ സാമാന്യം ബലത്തെ ഉള്ള അവസ്ഥ, ബലം ഉള്ള അവസ്ഥയുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ 12ാം ഭാവം മോക്ഷരാശിയായിട്ട് വരുന്നവർക്ക് മോക്ഷം താല്പര്യം ഉണ്ടാകും എന്നുള്ളൊരു വൈപ്പ്. അപ്പൊ ലഗ്നം ഏത് വരണം? സിംഹലഗ്നം, മേഷലഗ്നം, ധനുലഗ്നം. ഈ ലഗ്നത്തിൽ ജനിച്ചിട്ട് 12 അതായത് ധനുലഗ്നത്തിൽ ജനിച്ചാൽ കേതു ഗുരു ചേർക്കെ 12. അപ്പൊ ലഗ്നാധിപൻ 12 പോയി എന്നുള്ള അവസ്ഥ അവിടെ വരും. മേഷലഗ്നത്തിൽ ജനിച്ചാൽ 9ാം ഭാവാധിപൻ മന്ത്രജപം മുതലായ ഉപയോഗിക്കുന്ന ആള് 12 പോയി, ബലവാനായിട്ട് പോയി എന്നുള്ള അവസ്ഥ വരും. അപ്പൊ ഗുരുവിന് ബലമുണ്ട്, മാത്രമുള്ള മോക്ഷരാശിയാണ്. അപ്പൊ മേഷലഗ്നത്തിന് ഗുരു 12, അല്ലെങ്കിൽ കേതുവിന്റെ കൂടെ 12, അല്ലെങ്കിൽ ഗുരു കേതു 12. ധനു ലഗ്നത്തിന് ഗുരു കേതു 12, സിംഹലഗ്നത്തിന് ഗുരു കേതു 12. അവിടെയും ഗുരുവിന് ഉച്ചമുണ്ട്. ഇവിടെ നോക്കിക്കുക, 5ാം ഭാവാധിപതി 12 ആയി എന്നുള്ളൊരവസ്ഥയുണ്ട്. ഇതൊക്കെ മോക്ഷത്തെ കാണിക്കുന്നതാണ്. സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ മോക്ഷത്തെ കാണിക്കുന്ന ഗ്രഹങ്ങൾ ഗുരു കേതു ഇവയാണ്. മോക്ഷത്തെ കാണിക്കുന്ന രാശികള് കടകം, വൃശ്ചികം, മീനൻ രാശികളാണ്. കടക, വൃശ്ചിക, മീനൻ രാശികളിൽ ഗുരുവും കേതും ഇരിക്കുന്ന സമയത്ത് അത് 12ാം ഭാവമായിട്ട് വരികയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ട് മോക്ഷഗതിക്കുള്ള സാധ്യത കൂടും. അങ്ങനെ വന്നെങ്കിൽ മേഷലഗ്നത്തിന് 12 ഗുരുക്കേതു, സിംഹലഗ്നത്തിന് 12 ഗുരുക്കേതു, ധനുലഗ്നത്തിന് 12 ഗുരുക്കേതു വരികയും വേണം. ഇതൊന്നുമില്ലാണ്ട് കോമൺ ആയിട്ട് പറഞ്ഞാൽ 12ാം ഭാവത്തില് ഗുരുവോ കേതുവോ ഉണ്ടെങ്കിൽ അവന് കുറച്ചൊക്കെ ആത്മീയമായ തലത്തിലേക്കുള്ള യാത്രകള്, മോക്ഷത്തിലേക്കുള്ള യാത്രകള് ഈ ജീവിതത്തിൽ തന്നെ അവൻ നടത്തിയിട്ടുണ്ടാവും. അത് ഏത് യാത്രയായാലും അതിനെ തേടിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സബ്ജക്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോ ഡീപ്പായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ എന്നൊക്കെ അറിയാനും ജാതകം നോക്കാനും ആണെങ്കിൽ കൺസൾട്ടേഷൻ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ജ്യോതിഷം പഠിക്കണം, മൊത്തം ജ്യോതിഷം പഠിക്കണം എന്നൊക്കെയുള്ള
ഉദ്ദേശങ്ങളുള്ളവർക്കും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.